ഹായ് എവരി വൺ, ടോപ്പ് വിന്നേഴ്സ് അക്കാഡമി ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 32 വരെ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റൂൾസും നമ്മൾ പഠിച്ചു പോയതാണ്. ഇന്ന് നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് സെക്ഷൻ 33 സെക്ഷൻ 34. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെക്ഷൻ 33. സെക്ഷൻ 33 എന്ന് പറയുന്നത് എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി. അപ്പോൾ സെക്ഷൻ 33 എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി എന്നുള്ളതാണ്. ആരാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. രജിസ്ട്രാറാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കുന്നത് എന്ന് നോക്കാം. കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ കാലാവധി എക്സ്പയർ ആവുക, പുതിയ കമ്മിറ്റിയെ നിയമിക്കാതിരിക്കുക, അങ്ങനെ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കണം. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കമ്മിറ്റിക്കെതിരെ ജനറൽ ബോഡി അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കണം. എല്ലാ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സും റിസൈൻ ചെയ്യുന്ന കണ്ടീഷനിലും അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണം. അതുപോലെ തന്നെ രാജിവെക്കൽ മൂലമോ മറ്റേതെങ്കിലും തരത്തിലോ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ കോറം നഷ്ടപ്പെട്ടാലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കണം. അതുപോലെ തന്നെ 6 മാസം തുടർച്ചയായിട്ട് മീറ്റിംഗ് കൂടുന്നതിൽ കമ്മിറ്റി ഫെയിൽ ആവുകയാണെങ്കിൽ ഈ സിറ്റുവേഷനിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കേണ്ടതാണ്. എക്സിസ്റ്റിംഗ് കമ്മിറ്റിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് പുതിയ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരിക്കുക. ഇത്രയും സാഹചര്യങ്ങളിലാണ് അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻ ആണ് എന്ന് ഒന്ന് നോക്കാം. When a term of office of a committee is expired and a new committee has not been constituted. 2. Non-confidence motion is passed by the general body against the existing committee. 3. The existing committee resigns. 4. Quorum for committee meeting is lost due to resignation or otherwise. 5. The committee fails to hold its meeting regularly for 6 consecutive months. 6. If the registrar is satisfied that a new committee cannot be constituted before the expiry of the term of the existing committee. ഇത്രയും സിറ്റുവേഷനിലാണ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 3 അംഗങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉള്ളത്. ഒരു കൺവീനറും 2 മെമ്പേഴ്സുമാണ്. അങ്ങനെ 3 അംഗങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് എത്ര വർഷത്തേക്കാണ് നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ നോട്ട് എക്സീഡിങ് 6 months. RCS അതായത് രജിസ്ട്രാർ ഈ 6 months എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യാം, എന്നാൽ 1 വർഷത്തിൽ കൂടരുത്. ഇത്രയുമാണ് സെക്ഷൻ 33 കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സെക്ഷൻ 33 എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. സെക്ഷൻ 32 അനുസരിച്ച് നിലവിലുള്ള കമ്മിറ്റിയെ RCS പുറത്താക്കുക. സെക്ഷൻ 33 എന്തിനെ കുറിച്ചാണ്? അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കേണ്ടത് എന്നും നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ സെക്ഷൻ 71. സെക്ഷൻ 71 എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്തിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി ലിക്വിഡേറ്ററെ നിയമിക്കേണ്ടതായിട്ട് വരിക. ഈ അവസരത്തിലൊക്കെ അതായത് സെക്ഷൻ 32, 33, 71 നിലവിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ് പുതിയ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ ലിക്വിഡേറ്റർക്ക് റെക്കോർഡ്സുകൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വിസമ്മതിച്ചാൽ
രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടാൻ പറ്റും. സൊസൈറ്റിയുടെ പ്രോപ്പർട്ടീസും റെക്കോർഡ്സും ഒക്കെ സെക്യൂർ ചെയ്യാൻ ആവശ്യപ്പെടാം. If the committee of a society is constituted or the committee is removed by the registrar under section 32 or an administrator is appointed under section 33 or an order section 871 liquidation is issued and the outgoing members of the committee or president or secretary is refusing to hand over the records to the successor, the committee or the administrator or the liquidator or president or the secretary with the previous sanction of the registrar apply to the magistrate within whose jurisdiction the society functions for securing the records and properties of the society. ഇങ്ങനെ വരുമ്പം മജിസ്ട്രേറ്റിന് എസ്ഐയുടെ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറിനെ അപ്പോയിൻമെന്റ് ചെയ്ത് സൊസൈറ്റിയുടെ റെക്കോർഡ്സും പ്രോപ്പർട്ടീസും എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ സെർച്ച് ചെയ്യുന്നതിനും അത് പിടിച്ചെടുക്കുന്നതിനും സാധിക്കും. എന്നിട്ട് ആ പ്രോപ്പർട്ടിയും റെക്കോർഡ്സും ഒക്കെ പുതിയ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യാം. The magistrate may be a warrant authorize a police officer not below the rank of sub-inspector to enter and search any place where the records and the property of the society are kept or are believed to be kept and to seize such records and property and hand over the applicant. ഇത് കൂടാതെ രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനോ സെക്ഷൻ 65 അനുസരിച്ച് എൻക്വയറി നടത്തിയോ സെക്ഷൻ 66 അനുസരിച്ച് ഇൻസ്പെക്ഷൻ നടത്തിയോ സെക്ഷൻ 63 ഓഡിറ്റ് അനുസരിച്ചോ സെക്ഷൻ 66 സൂപ്പർവിഷനിലോ ഇതിൽ ഏതെങ്കിലും നടത്തിയിട്ട് എന്തെങ്കിലും ഗുരുതരമായ തെറ്റുകൾ കണ്ടുപിടിച്ചാൽ റെക്കോർഡ്സുകൾ പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 34 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 34 എന്തായിരുന്നു? സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് രണ്ട് സെക്ഷനാണ്, സെക്ഷൻ 33 സെക്ഷൻ 34. സെക്ഷൻ 33 എന്തായിരുന്നു? അപ്പോയിൻമെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി. സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. നിങ്ങൾക്ക് ഇന്ന് പഠിച്ച ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ കൂടി അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആദ്യമായി ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരു പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.